നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിൽ എംപിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ, അതിന് ഷാഫി നൽകിയ മറുപടി എല്ലാം രാഷ്ട്രീയ കേരളം കണ്ടതാണ്. ഇത്തരത്തിൽ ഷാഫി പറമ്പിൽ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, തനിക്കെതിരെ വന്നത് ആരോപണങ്ങൾ അധിക്ഷേപമാണ് എന്നായിരുന്നു. നിയമപരമായി നേരിടും എന്നതടക്കമുള്ള വെല്ലുവിളി ഷാഫി പറമ്പിൽ നടത്തിയിരുന്നു. പക്ഷെ നേരിട്ടൊരു പരാതി EN സുരേഷിനെതിരെ ഷാഫി പറമ്പിൽ നൽകിയിട്ടില്ലായിരുന്നു. മറിച്ച് മറ്റൊരു വ്യക്തി EN സുരേഷ് ബാബുവിനെതിരെ ഈ ഒരു അധിക്ഷേപ പരാമർശങ്ങളിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത, ഈ ഒരു പരാതിയിൽ, അതായത് നേരിട്ട് കിട്ടിയ പരാതിയല്ല, മറ്റൊരു വ്യക്തി നൽകിയ പരാതി ആയതുകൊണ്ട് തന്നെ EN സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കാനാകില്ല എന്നാണ് പോലീസ് പറയുന്നത്. BNS 356 പ്രകാരം അപകീർത്തി കേസ് നേരിട്ടെടുക്കാൻ കഴിയില്ലെന്നാണ് പാലക്കാട് നോർത്ത് പോലീസ് SPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CV സതീഷാണ് പരാതി നൽകിയത്. പരാതിക്കാരന് കോടതിയെ സമീപിക്കാമെന്നും പോലീസ് വ്യക്തമാക്കുകയുണ്ടായി. ഷാഫി പറമ്പിലിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കാനാകില്ലെന്ന പോലീസിന്റെ ഈ ഒരു നിലപാട്, അത് കോൺഗ്രസിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത്. അതായത് കോൺഗ്രസ് വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട് പോലീസിന്റെ ഈ ഒരു നിലപാടിനെ. സുരേഷ് ബാബുവിനെതിരെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CV സതീഷ് നൽകിയ പരാതിയിലാണ് കേസെടുക്കാനാവില്ല എന്ന് പാലക്കാട് നോർത്ത് പോലീസ് വ്യക്തമാക്കുന്നത്. അപകീർത്തി കേസ് നിലനിൽക്കില്ലെന്നാണ് നോർത്ത് CI നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നേരിട്ടുള്ള പരാതിയല്ല, അതുകൊണ്ട് തന്നെ നടപടിയെടുക്കാനാവില്ല. ഇത് കാണിച്ച് നോർത്ത് CI പാലക്കാട് ASPക്ക് റിപ്പോർട്ട് നൽകി. കോടതിയുടെ അനുമതിയോട് മാത്രമേ കേസെടുക്കാൻ കഴിയൂവെന്നാണ് റിപ്പോർട്ട്. പോലീസ് കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് ആരോപിച്ച് കോൺഗ്രസും രംഗത്തെത്തുകയുണ്ടായി. ഷാഫി പറമ്പിൽ EN സുരേഷ് ബാബുവിനെതിരെ പ്രതികരിച്ചിരുന്നു. തനിക്കെതിരെ നടത്തുന്നത് അധിക്ഷേപമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെങ്കിൽ പോലും നേരിട്ടൊരു പരാതി ഷാഫി നൽകിയിരുന്നില്ല. അതേസമയം ഷാഫി പറമ്പിലിനെതിരായ പരാമർശത്തിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുകയാണെന്ന് EN സുരേഷ് ബാബു വ്യക്തമാക്കിയിരുന്നു. ആരെങ്കിലും പറഞ്ഞത് കേട്ട് പറഞ്ഞതല്ലെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുമായിരുന്നു സുരേഷ് ബാബു പ്രതികരിച്ചത്. വ്യക്തിപരമായി ഉയർന്ന അശ്ലീലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ CPMന് താല്പര്യമില്ലെന്നും വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ തങ്ങൾ കാര്യങ്ങൾ പറയാറുള്ളൂ എന്നും സുരേഷ് ബാബു വ്യക്തമാക്കിയിരുന്നു. ആരെങ്കിലും പറയുന്നത് കേട്ട് എന്തെങ്കിലും പറയുന്നവരല്ല CPM എന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ലൈംഗിക അധിക്ഷേപ നേരിട്ടിരുന്നു. അതിനുശേഷമാണ് രാഹുൽ പാലക്കാട് എത്തിയത്. പാലക്കാട് എത്തിയതിന് തൊട്ട് പിന്നാലെയായിരുന്നു CPM ജില്ലാ സെക്രട്ടറി ഷാഫിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രതികരണവുമായി രംഗത്ത് വന്നത്. അധിക്ഷേപത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണെന്ന് ഉയർന്നത്. സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ബ്ലോക്ക് നേതാക്കൾ പാലക്കാട് നോർത്ത് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും അത് വിഫലമായിരിക്കുകയാണ്. സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കാത്തത് സുരേഷ് ബാബുവിനെ ഭയന്നിട്ടാണെന്നും പോലീസ് കാണിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നതടക്കമുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നു. വിഷയത്തിൽ കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പോലീസ് നയങ്ങൾക്കെതിരെ പ്രതിഷേധം തുടരാനും കോൺഗ്രസ് പദ്ധതിയിടുന്നുണ്ട്. സുരേഷ് ബാബുവിനെ ഭയന്നാണ് സ്ത്രീകളെ അടക്കം ആക്ഷേപിക്കുന്ന പരാമർശം നടത്തിയിട്ടും കേസെടുക്കാത്തത്. വ്യക്തമായ തെളിവുണ്ടായിട്ടും പോലീസ് അനങ്ങുന്നില്ല. കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CV സതീഷ് വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം EN സുരേഷ് ബാബു താൻ പറഞ്ഞ പരാമർശങ്ങൾ, അതിനെതിരെ വിമർശനം ഉയർന്നപ്പോൾ നടത്തിയ പ്രതികരണം കൂടി നമുക്ക് നോക്കാം. കോൺഗ്രസ്സുകാർക്ക് പരാതി കൊടുക്കുകയോ നിയമപരമായി മുന്നോട്ട് പോകുകയോ ചെയ്യാം, പക്ഷേ അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നത് ആരായിരിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലാകുമെന്നും ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിൽ വീണ് കാണാൻ ആഗ്രഹിക്കുന്നവരാകുമെന്നും EN സുരേഷ് ബാബു കൂട്ടിച്ചേർത്തിരുന്നു. കോൺഗ്രസ് മുദ്രാവാക്യം കേട്ട് ചൂളി പോകില്ല എന്നതടക്കമുള്ള പ്രതികരണം സുരേഷ് ബാബു നടത്തിയിരുന്നു. ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫിയുടെ ബംഗളൂരിലേക്ക് ട്രിപ്പ് വിളിക്കുമെന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ പ്രതികരണം. ഷാഫിയും രാഹുലും ഇക്കാര്യത്തിൽ കൂട്ടുകച്ചവടം നടത്തുന്നവരാണെന്നും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ്മാഷാണ് ഷാഫി പറമ്പിലെന്നും കോൺഗ്രസിലെ പല നേതാക്കളും രാഹുലിന്റെ അധ്യാപകരാണ് എന്നുമായിരുന്നു സുരേഷ് ബാബുവിന്റെ പരിഹാസം. അതേസമയം ഷാഫി പറമ്പിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. ഇതാണോ CPMന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രം? മറ്റൊന്നും പറയാനില്ലാത്തതിനാലാണോ വ്യക്തിഹത്യ എന്നതടക്കമുള്ള നിർണായകമായ ചോദ്യം ചോദിച്ചായിരുന്നു ഷാഫി പറമ്പിൽ പ്രതിരോധം തീർത്തത്. MEBB മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും വ്യക്തിപരമായി തകർക്കാനാണ് ശ്രമമെന്നും ആദ്യം വർഗീയവാദിയാക്കാൻ ശ്രമിച്ചു, ആരോപണത്തിൽ നിയമ നടപടി ആലോചിക്കുമെന്നും സർക്കാർ വീഴ്ച മറയ്ക്കാൻ പുകമറ സൃഷ്ടിക്കുകയാണ് എന്നതടക്കമുള്ള രൂക്ഷമായ പ്രതികരണമായിരുന്നു ഷാഫി പറമ്പിൽ നടത്തിയത്. അതേസമയം ഷാഫി പറമ്പിൽ ഇത്തരത്തിലൊരു മറുപടി പറഞ്ഞതോടെ EN സുരേഷ് ബാബു നടത്തിയ പ്രതികരണം ഇപ്രകാരമായിരുന്നു. ഷാഫിയുടെ പേര് താൻ പറഞ്ഞിട്ടില്ലെന്നും തന്റെ പരാമർശം ഷാഫി നിഷേധിച്ചോ എന്നും CPM ജില്ലാ സെക്രട്ടറി ചോദിച്ചു. രാഹുലിനെ വെല്ലുന്ന തരത്തിലാണ് ഹെഡ്മാഷിന്റെ പ്രവൃത്തിയെന്നും സുരേഷ് ബാബു വിമർശിച്ചു.
താൻ പറഞ്ഞ പരാമർശം ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു ഷാഫിയുടെ പ്രതികരണം. തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചെന്ന് ഷാഫി പറഞ്ഞു. രാഹുലിനെ ഷാഫി സംരക്ഷിക്കുന്നുവെന്നും സുരേഷ് ബാബു പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് CPM പ്രതിഷേധം കടുപ്പിക്കുമ്പോഴായിരുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ ഷാഫി പറമ്പിലിനെതിരെ കടന്നാക്രമണം നടത്തിയത്. എന്തായാലും താൻ പറഞ്ഞതൊന്നും മാറ്റി പറയുന്നില്ല. താൻ എന്തു പറഞ്ഞു അത് അവിടെ തന്നെ നിൽക്കുകയാണ്. കോൺഗ്രസുകാർക്ക് പരാതി നൽകുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യാം. പക്ഷെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ, അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിന്റെ പ്രത്യാഘാതം ആരാണ് നേരിടേണ്ടി വരിക എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ വാദം. ഷാഫിയെ വീഴ്ത്തണമെന്ന് പറഞ്ഞ് കോൺഗ്രസിനകത്ത് നടക്കുന്ന ചിലരുണ്ട്. അവർ ചിലപ്പോൾ പരാതിയുമായി പോകും. നേതാക്കളിൽ ഉണ്ടാവുന്ന വ്യക്തിപരമായ അശ്ലീലം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. കേരളത്തിലെ വികസനവും ക്ഷേമവുമാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത്. അതാണ് CPM അഭിപ്രായം. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറുതെ പറഞ്ഞു പോയതല്ല, കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്നാൽ അതൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കൈയും വെട്ടും കാലും വെട്ടുമെന്ന പ്രയോഗമെല്ലാം മുദ്രാവാക്യത്തിന്റെ രസത്തിനായി പ്രാസം ചേർത്ത് പറയുന്നതായിരിക്കുമെന്നും അദ്ദേഹം തനിക്കെതിരെ ഉയർന്ന മുദ്രാവാക്യത്തെക്കുറിച്ചും പ്രതികരിച്ചിരുന്നു. മാത്രമല്ല അദ്ദേഹം ചോദിച്ച കാര്യം, ഷാഫി എന്തിനാണ് ഇത്രയും ആരോപണങ്ങൾ ഉയർന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നതെന്ന് ചോദിച്ചിരുന്നു. എന്തായാലും ഷാഫിയുടെ നിർബന്ധത്തിന് പിന്നാലെയാണ് രാഹുലിനെ പാലക്കാട് മത്സരിപ്പിച്ചത്. പേരിന് മാത്രം രാഹുലിനെ പുറത്താക്കി പരിപൂർണ സംരക്ഷണം നൽകുകയാണ് കോൺഗ്രസ് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളായിരുന്നു സുരേഷ് ബാബു ഉന്നയിച്ചത്. സഹികെട്ടാണ് VD സതീശൻ രാഹുലിനെതിരെ നടപടിയെടുത്തതെന്നും കൊത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോൾ സതീശൻ രാഹുലിനെതിരെ നടപടിയെടുക്കേണ്ടി വന്നുവെന്നും സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് അവർക്ക് മാതൃകയെന്നും സുരേഷ് ബാബു രൂക്ഷമായി വിമർശിച്ചിരുന്നു. സമയമാകുമ്പോൾ ഷാഫിക്കെതിരെ തെളിവുകൾ പുറത്തുവിടുമെന്ന വെല്ലുവിളിയും സുരേഷ് ബാബു നടത്തിയതാണ്. എന്തായാലും സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കില്ല എന്ന പോലീസ് നിലപാട്, ഇതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം. തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ നേരിട്ട് പരാതി നൽകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലവിൽ നിലനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.